ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട 7 പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ 7 ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം. വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുക, പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിക്കുന്നു? ഒരു ജനപ്രതിസന്ധിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു. ക്ഷേമനിധി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാനുള്ളത്. 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 4ാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടാൻ ശ്രമം നടത്തുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായ വെട്ടിക്കുറവ് വരും. എന്തിനാണ് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട്, ആ ജനങ്ങളോട്, ആ ജനവിഭാഗത്തോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത്? 4ാമത്തെ ചോദ്യം, സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ 150-ൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത്? 5ാമത്തെ ചോദ്യം, ആശാ വർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു. അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല, മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിൽ ഒരു മാസം 80 ലക്ഷം രൂപ ചെലവാക്കുക? എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത്? ആശാ വർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത്? 6ാമത്തെ ചോദ്യം, കർഷകർ സങ്കടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കാത്തത്? 7ാമത്തെ ചോദ്യം, കേരളം ലഹരി മരുന്ന് ഹബ്ബാക്കിയതിന്റെ ഉത്തരവാദിത്തം, രാഷ്ട്രീയ രക്ഷാകർതൃത്വം, പൊളിറ്റിക്കൽ പേട്രണേജ് ലഹരി മാഫിയയ്ക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക്, ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനുമല്ലേ? ഈ 7 ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.